മോട്ടറോളയുടെ പുതിയൊരു ടാബ്ലറ്റ് ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. മോട്ടോ ടാബ് G20. ഈ ഒരു ടാബ് വരുന്നത് 11,000 രൂപ പ്രൈസ് റേഞ്ചിലാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മോട്ടോ ടാബ് G20യുടെ വിശേഷങ്ങളാണ്. ആദ്യം നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ മോട്ടോ ടാബ് G20യിൽ 8 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിൽ HD റെസൊല്യൂഷനെ കൊടുത്തിട്ടുള്ളൂ. അതായത് റെസൊല്യൂഷൻ വരുന്നത് 1280x800 ആണ്. അപ്പോൾ ഈ ഒരു ടാബിൽ കൂടിയ റെസൊല്യൂഷനും കാര്യങ്ങളൊന്നും വരുന്നില്ല. ബേസിക് ആയിട്ടുള്ള റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ ഈ ടാബിൽ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് വലിയൊരു കംപ്ലൈൻ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. കാരണം ഇന്ത്യൻ മാർക്കറ്റിൽ ടാബുകൾ വളരെ കുറവാണ്. ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള കാര്യമായിട്ടുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊന്നും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വേറെ വരുന്നില്ല. പിന്നെ ഈ ഒരു ടാബിൽ TDDI ടെക്നോളജി എന്നുള്ള ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. ബെറ്റർ ആയിട്ടുള്ള ടച്ച് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഇതിൽ ലഭിക്കേണ്ടതാണ്. പിന്നെ ഈ ടാബിൽ കൂടിയ റീഫ്രഷ് റേറ്റും സപ്പോർട്ട് ചെയ്യുന്നില്ല. 60 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റുമായിട്ടാണ് ഈ ഒരു ടാബ് വരുന്നത്. അതും വലിയൊരു കംപ്ലൈൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ 16:10 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഒരു ടാബ് വരുന്നത്. ഈ ഒരു ടാബിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 305 ഗ്രാമാണ്. അതുപോലെ തന്നെ തിക്നെസ് വരുന്നത് 8.15 mm ആണ്. ഈ ഒരു ടാബിൽ മെറ്റൽ ബിൽഡാണ് വരുന്നത്. പിന്നെ ഈ ഒരു ടാബിൻ്റെ പ്ലാറ്റിനം ഗ്രേ എന്നുള്ളൊരു കളർ വേരിയൻറ്റ് മാത്രമേ ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളൂ. പിന്നെ പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മീഡിയാടെക്കിൻ്റെ ഹീലിയോ P22T എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഒരു ടാബ് വരുന്നത്. ഇത് വളരെ മികച്ചൊരു പ്രോസസ്സറാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞു ടാബുകളുടെ കാര്യത്തിൽ ഓപ്ഷൻസ് വളരെ കുറവാണ്. അപ്പം ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള വേറെ ഓപ്ഷൻസ് ഒന്നും പറയാനില്ല ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വേറെ ഓപ്ഷൻസ് ഇല്ലാത്തതുകൊണ്ട് ഇത് തരക്കേടില്ലാത്ത പ്രോസസ്സർ എന്നൊക്കെ പറയാവുന്നതാണ്. പിന്നെ ഈ ടാബിൽ 3 GB റാമാണ് വരുന്നത്. അതുപോലെ തന്നെ 32 GB ഇൻറ്റേർണലും വരുന്നുണ്ട്. ഈ ഒരു ടാബിൽ സിം സപ്പോർട്ട് ചെയ്യില്ല. അപ്പം വൈഫൈ മാത്രമേ ഈ ഒരു ടാബിൽ സപ്പോർട്ട് ചെയ്യുള്ളൂ. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ട് ഈ ഒരു ടാബിൽ കൊടുത്തിട്ടുണ്ട്. 2 TB വരെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ ഈ ടാബിൽ LPDDR4Xൻ്റെ റാമാണ് വരുന്നത്. ഈ ഒരു ടാബിൽ സിംഗിൾ സ്പീക്കറാണ് കൊടുത്തിട്ടുള്ളത്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊന്നും ഈ ഒരു ടാബിൽ വരുന്നില്ല. ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ടാബിൽ 3.5 mm ഓഡിയോ ജാക്ക് വരുന്നുണ്ട്. പിന്നെ Android 11 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഈ ഒരു ടാബിൽ വരുന്നത്. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് മോട്ടറോളയിൽ സാധാരണ സ്റ്റോക്ക് ആൻഡ്രോയിഡിന് അടുത്ത് വരുന്നൊരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കാറുണ്ട്. അപ്പോൾ കാര്യമായിട്ട് ബ്ലോട്ട്വേഴ്സും കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. അതുപോലെ തന്നെ സോഫ്റ്റ്വെയറിൽ പരസ്യം വരുന്ന പ്രശ്നം ഉണ്ടാവാറില്ല. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു ടാബിൻ്റെ പിന്നിൽ 5 മെഗാപിക്സലിൻ്റെ ക്യാമറയാണ് വരുന്നത്. സിംഗിൾ ക്യാമറ സെൻസറാണ് ടാബിൻ്റെ പിന്നിൽ വരുന്നത്. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ 2 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. ഈ ഒരു ടാബിൽ 5100 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നില്ല. 10 വാട്ടിൻ്റെ ചാർജിങ് സ്പീഡുമായിട്ടാണ് ഈ ഒരു ടാബ് വരുന്നത്. അത് വലിയൊരു കംപ്ലൈൻ്റ് ആയിട്ടൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഈ ടാബിൽ Type-C ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു ടാബിൻ്റെ വില വരുന്നത് 10,999 രൂപയാണ്. ഫ്ലിപ്കാർട്ട് വഴിയാണ് ഈ ഒരു ടാബിൻ്റെ സെയിൽ നടക്കുന്നത്. നമ്മൾ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോട്ടോ ടാബ് G20യിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വളരെ മികച്ച ഫീച്ചേഴ്സ് വരുന്നുണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇന്ത്യൻ മാർക്കറ്റിൽ ടാബുകളുടെ കാര്യത്തിൽ ഓപ്ഷൻസ് വളരെ കുറവാണ്. അപ്പം ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഓപ്ഷൻസ് കാര്യമായിട്ട് പറയാനൊന്നുമില്ല. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങളൊരു ടാബ് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടാബ് നോക്കാവുന്നതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം 14,000 രൂപ പ്രൈസ് റേഞ്ചിൽ റിയൽമി പാഡ് വരുന്നുണ്ട്. അപ്പോൾ കുറച്ചൊന്ന് പൈസ കൂട്ടിയാൽ അത് വെർത്താണ്. എന്തായാലും ഈ ഒരു ടാബിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.